നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം. ശ്രീ അഗസ്ത്യമുനിയുടെ പാദസ്പർശം കൊണ്ട് ധന്യമായ കുറ്റിച്ചൽ ഉത്തരങ്കോട് ശ്രീ ഭഗവതിക്കുന്നിൽ വാണരുളുന്ന കാര്യസിദ്ധിയുടെ വരദായിനിയായ ശ്രീ ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രത്തിലെ 10ാമത് ഉത്രട്ടാതി പ്രതിഷ്ഠാ കലശ വാർഷിക മഹോത്സവത്തിലെ സമൂഹ പൊങ്കാലയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുറ്റിച്ചൽ കോട്ടൂർ റൂട്ടിൽ ഉത്തരങ്കോട് നിന്നും ഉദ്ദേശം 1 കിലോമീറ്റർ അകലെയായിട്ടാണ് ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അഗസ്ത്യ മലനിരകളുടെ താഴ്വാരത്ത് പച്ച പരവതാനി വിരിച്ച കുന്നിൻ മുകളിൽ അഭീഷ്ടവരദായിനിയായി കിഴക്കു ദർശനത്തിൽ ശ്രീ വനദുർഗ ഭഗവതിയും വടക്കു ദർശനത്തിൽ ശ്രീ ഭദ്രകാളി ദേവിയും ഇവിടെ കുടികൊണ്ട് വാണരുളുന്നു. 2025 ജൂലൈ 16-ാം തീയതി രാവിലെ നടന്ന സമൂഹ പൊങ്കാലയുടെ കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. प्रत्यक्षं ब्रह्मासि तदीय इंद्रियाणि मनो बुद्धिरिति तत्तजुह्वागा ക്ഷേത്രത്തിന് വേണ്ടി എഴുതി കൊടുത്ത ആളിൻ്റെ മകനാണ്. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ വേറെ ഒരുപാട് പേര് ഈ ബന്ധപ്പെട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ കുടുംബക്കാരുടെ എല്ലാവരുടെയും നാട്ടുകാരുടെയും ഇവിടുത്തെ SNDP ശാഖയുടെയൊക്കെ താല്പര്യപ്രകാരം നമ്മളിവിടെ ഒരു ദേവപ്രശ്നം വെച്ച്
ദേവപ്രശ്നം വെച്ചപ്പോൾ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ പൊളിച്ച് കളഞ്ഞ് പുതിയ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തി ഒന്നാണ്. 2015 ജൂൺ മാസത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് വനദുർഗയാണ് പ്രധാന ക്ഷേത്രം. പരദേവതയായിട്ട് അപ്പുറത്ത് ഭദ്രകാളി ക്ഷേത്രമുണ്ട്. ആ ഭദ്രകാളി ക്ഷേത്രം പരദേവതയെയും അതിന് കുടുംബ ക്ഷേത്രമായിട്ടും കണക്കാക്കുന്നുണ്ട്. പിന്നെ ഗണപതി ഉണ്ട്, പിന്നെ യോഗീശ്വരനം മന്ത്രമൂർത്തിയുണ്ട്, അപ്പുറത്ത് തമ്പുരാനുണ്ട്, വെളിയിൽ നാഗർക്ക് പ്രതിഷ്ഠയുണ്ട്. ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്ന് 45 വർഷത്തിന് മുമ്പ് വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഈ ക്ഷേത്രത്തിൽ വരികയും അവിടെ നിന്നും ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ഞാൻ ഇവിടെ ഒരു 3 വർഷം താൽക്കാലിക സെക്രട്ടറിയായിട്ടിരിക്കുകയും അപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവങ്ങളെല്ലാം ഞാൻ പറയുകയാണ്. ഞാൻ അന്ന് വന്ന കാലത്ത് ഇവിടെ ഒരു കെട്ടൽ മാത്രമേ ഉള്ളതായിരുന്നു. പൂർണ്ണമായും നാഗര വിഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് വന്നപ്പോൾ നാഗരിൽ നിന്ന് ആടിക്കൊണ്ടിരിക്കുകയായ സമയമാണ്. ഞാൻ അതും കണ്ടു. അതിനുശേഷം ഈ അമ്മയോട് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അന്ന് തൊട്ട് ഞാൻ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതേപോലെ തന്നെ ഇപ്പോൾ അത് ക്ഷേത്രം വെച്ചതിന് ശേഷം വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം പൂജകളെല്ലാം നടന്നു പോകുന്നു. എന്നാൽ ആ പൂജ ഇന്ന് വരെ അത് പൂർത്തിയായിട്ടില്ല. അതിൻ്റെ കാരണം വരുന്ന പോറ്റിമാരെല്ലാം ആ രീതിയിലാണ് പൂജ നടത്തുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മളതെല്ലാം കളഞ്ഞു അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ തന്ത്രിയെ കാണുകയും ആ തന്ത്രിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ പൂജ നടത്തുകയും നല്ല ഭംഗിയായി കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകുന്നതുമാണ്. മുമ്പിൽ വിളക്കത്തിക്കേണ്ടവർക്ക് കത്തിക്കാം. പവബന്ധമൊടു സത്യരൂപനാം ദേവ നിൻ മഹിമയാർന്ന കോവിലിൽ പവനപ്രഭേഴും വിളക്കിത അടിയൻ സാവധാനം കൊളുത്തിന് അല്പമെങ്കിലും അതിൻ പ്രഭാങ്കുരം ഉൽപ്പതേ ഇരുൾ തുരന്നുമെല്ലവേ ചിൽപ്പരമ്യപദ പീഠഭൂവിൽ നിന്ന് ഉൽപ്പതിച്ചു തിരുമയിലെത്തണേ. തേയമാർന്ന മണിഭൂഷണത്തിലും തൂമനോജ്ഞ മലർമാല തന്നിലും വിഗ്രഹമരീചി തൂകുമി കോമളപ്രഭ വിളങ്ങണേ വിഭോ. മാറ്റി നിൻമുഖരസം മറച്ചതിൽ പോറ്റി പുൽകരുത് ധൂമരേഖകൾ മാറ്റിയെന്ന മണിവാതിലൂടെയും കാറ്റിലാടരുതിൻ ശിഖാഞ്ചലം. ആർത്തി നിന്നൊളി തെളിഞ്ഞു വിളങ്ങിനെ വാർത്തിടാകിലും എരിഞ്ഞു മേൽക്കുമേൽ വാർത്തതീശാമിഴിയെഞ്ചിരുന്ന മൂർത്തി മുൻപിൽ നിലനീക്കി നിൽക്കണേ.
നാരായണ നാരായണ കാതിലൊര കമ്മലുമിട്ട് കല്ലുമല മുക്കുത്തിയിട്ട് കുങ്കുമ പട്ടണ തട്ട് ഭഗവതി കുന്നീടമ്മ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കുളത്തൂരാണ്. കുറ്റിച്ചേർന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എല്ലാ വർഷവും ഇവിടുത്തെ ഉത്സവത്തിന് എല്ലാ വർഷവും ഞാൻ വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ അന്നദാനമെല്ലാം ഞാൻ തന്നെയാണ് എല്ലാ വർഷവും നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വിളിച്ചാൽ വിളിയാക്കുന്ന അമ്മയാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്കൊരു 10 വർഷമായിട്ട് മക്കളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്ന് അമ്മയെ കണ്ട് എല്ലാം പൂജകളൊക്കെ ചെയ്തപ്പോഴാണ് എനിക്ക് മക്കളൊക്കെ റെഡിയായത്. ഇവിടെ വരുന്നവരെല്ലാവർക്കും അമ്മ എല്ലാവർക്കും നല്ലൊരു വഴികാട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ ഒരഭിപ്രായം. ഉത്തരങ്കോട് ഭഗവതിക്കുന്ന് ദേവി ക്ഷേത്ര ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും എല്ലാം സ്നേഹോഷ്മളമായ ഒരു ആദരിക്കൽ ചടങ്ങാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭജനാവലി വളരെ ഗംഭീരമായിരുന്നു, കേൾക്കാൻ വളരെ ഇമ്പമായിരുന്നു. ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും പേരിൽ ഈ ആദരിക്കൽ ചടങ്ങ് ഞാൻ നിർവഹിക്കുന്നു. സമിതിയുടെയും നാട്ടുകാരുടെയും പേരിൽ ആദരിക്കൽ ചടങ്ങ് അത്യാദരപൂർവം നിർവഹിക്കുന്നു. വീഴും വീട്ടു വരും. ഇവിടുത്തെ കുടുംബക്കാരാ. അപ്പോൾ കുടുംബാംഗമായ പുനലൂർ ദേശത്ത് ശ്രീ ഓമന അവറുകളെ ക്ഷേത്രഭരണ സമിതിയുടെയും ഭഗവതിക്കുന്ന് ദേവിയുടെയും നാമധേയത്തിൽ അത്യാദരപൂർവം ആദരിക്കുന്നു. ബഹുമാന്യ ഭക്തജനങ്ങളെ, ഉത്തരങ്കോട് ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രത്തിലെ ആചാര്യനായി എന്നെ ദേവപ്രശ്നം വഴി തിരഞ്ഞെടുത്തതാണ്. ദൈവാധീനമുണ്ടെങ്കിൽ ഞാൻ ആചാര്യനായി വന്നുകൊള്ളാമെന്ന് ഭരണസമിതിയോട് അറിയിക്കുകയും അതനുസരിച്ച് അവർ ഈശ്വരാധീനം ചിന്തിക്കുകയും പലരെയും ദൈവാധീനം നോക്കിയതിൽ എനിക്ക് ഈശ്വരാധീനമുള്ളതായി തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ആചാര്യ ചുമതല ഏറ്റെടുത്തു. ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അംഗീകൃത തന്ത്രിയാണ്. കൂടാതെ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ തന്ത്രവിദ്യാലയം പ്രിൻസിപ്പലാണ്. കൂടാതെ താന്ത്രികവും ജ്യോതിഷവുമായ മേഖലയിൽ 40 വർഷമായി പ്രവർത്തിക്കുന്നു. ഞാൻ തിങ്കളാഴ്ച രാത്രി ഒരു 9:30 ഇവിടെ വന്നപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു അപരിമേയമായ ശക്തി നിറഞ്ഞിരിക്കുന്ന ഒരു സങ്കേതമായിട്ട് അനുഭവപ്പെട്ടത്. അപ്പോൾ അപരിമേയം എന്ന് പറയുമ്പം എത്ര വർണ്ണിച്ചാലും തീരാത്ത ശക്തിവിശേഷം ഈ ഭഗവതിക്കുണ്ട്. അപ്പോൾ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഗ്രാമത്തിലും ഗ്രാമജനങ്ങൾക്കും ഉണ്ടാകും. പക്ഷേ ഇവിടെ വൈകാരികമായ ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപരിമേയമായ ശക്തി ഉണ്ടെങ്കിലും ദേവതയുടെ അനുഗ്രഹ കലകൾക്ക് പുഷ്ടിക്കുറവുണ്ട്, എന്നുവെച്ചാൽ ഒരു മങ്ങലുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യവും കാരണം എന്താണെന്ന് ഒരു ദേവപ്രശ്ന ചിന്ത ചെയ്ത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രവീന്ദ്രൻ കുളത്തൂർ
എന്ന വ്യക്തിയെ ആദരിക്കൽ ചടങ്ങാണ് നിർവഹിക്കുന്നത്. പ്രത്യാദരപൂർവം ആദരിക്കുന്നു. ഈ ഭഗവതിക്കുന്ന് കുടുംബ ദേവസ്ഥാനത്തിൻ്റെ മുതിർന്ന കാരണവരും ഉത്തരങ്കോട് ശ്രീ അർജുനൻ എന്ന നാമധാരിയെ ദേവിയുടെ നാമധേയത്തിലും ഭക്തജനങ്ങളുടെ പേരിലും പ്രത്യാദരപൂർവം ആദരിക്കുന്നു. ഭഗവതിക്കുന്ന് ദേവീക്ഷേത്രത്തിൽ ഇന്നത്തെ സായാഹ്ന ഭക്ഷണം സേനൻ ബേബി വാഴപ്പള്ളിൽ നേർച്ചയായി സമർപ്പിക്കുകയാണ്. ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും പേരിൽ ആദരിക്കൽ പ്രത്യാദരപൂർവം നിർവഹിക്കുന്നു. തിരിച്ച് തല കിഴക്ക്. പൊക്കി കറക്കിക്കും. പേടിച്ചു പോയി. മക്കളെ അറിയിക്കാം.